15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 13ാം സമ്മേളനത്തിന്റെ 11ാം ദിവസമായ ഇന്ന് സഭയിൽ ദീർഘമായ ചർച്ചകളാണ് നടന്നത്. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. ആദിവാസി മേഖലകളിൽ കാര്യക്ഷമമായ റേഷൻ വിതരണം, ബ്രൂവറി ആരംഭിക്കുന്നതിനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ, ക്യാൻസർ രോഗത്തിന് വിദഗ്ധ ചികിത്സ, നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കെ സ്റ്റോർ പദ്ധതി സംസ്ഥാനത്തെ 1779 റേഷൻ കടകളിൽ വ്യാപിപ്പിച്ചതായും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ സഭയെ അറിയിച്ചു. ആദിവാസി ഗോത്രവർഗ മേഖലകളിൽ ഉൾപ്പെട്ട പൊതുവിതരണ ശൃംഖലയിലെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, തിരിമറി എന്നിവ തടയുന്നതിന് ശക്തമായ പരിശോധനാ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. കെ സ്റ്റോർ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് 1779 റേഷൻ കടകളിൽ ആ പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ട് സാർ. പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള എഥനോൾ ഉൽപാദനത്തിന് അപേക്ഷകൾ ലഭിച്ചാൽ ഇനിയും നിയമാനുസൃതമായി അത് പരിഗണിക്കുമെന്നും മദ്യ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ. അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ്. ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിനിലൂടെ 5 ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. തുടർ പരിശോധനകൾക്കായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ബൃഹത് ക്യാമ്പയിനിലൂടെ ഇതുവരെ 5 ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും 26,000-ഓളം പേരെ ക്യാൻസർ രോഗ സംശയത്തെ തുടർന്ന് തുടർ പരിശോധനകൾക്കായി റഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്തരിച്ച മുൻ MLA P. രാജുവിന് സഭ ചരമോപചാരം അർപ്പിച്ചു. മുൻ നിയമസഭാംഗവും മുതിർന്ന CPI നേതാവുമായിരുന്ന P. രാജു 2025 ഫെബ്രുവരി 27 അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ നിയമസഭാംഗവുമായ N. ശിവൻപിള്ളയുടെയും C. ചെല്ലമ്മയുടെയും മകനായി 1951 ജൂലൈ 18 ജനിച്ച P. രാജു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി. അന്തരിച്ച മഹത് വ്യക്തിയോടുള്ള ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. സംസ്ഥാനത്തെ യുവാക്കളിൽ ലഹരി കാരണമുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നുവെന്ന് പറയപ്പെടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകി. ഈ കാര്യങ്ങളെല്ലാം നാം വിശദമായി ചർച്ച ചെയ്ത് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന നിലയായിരിക്കും നന്നാവുക. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത് ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുക. വളരെ റിലവൻ്റായ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നതിന് ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓർഡർ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം സംബന്ധിച്ച് ഇന്ന് ലഭിച്ച നോട്ടീസ് പ്രകാരം ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ആരംഭിക്കുന്നതാണ്. 2 മണിക്കൂർ ആയിരിക്കും ചർച്ച. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കാര്യവിവര പട്ടിക പ്രകാരം ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് സഭ പരിഗണിക്കാനിരുന്ന 2025 കേരള ധനവിനിയോഗ ബില്ലിൻ്റെ അവതരണവും അനന്തരഘട്ടങ്ങളും നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന്മേലെ ചർച്ച പൂർത്തീകരിച്ചതിനു ശേഷം നടത്തുന്നതാണ്. അതിലേക്കായി ബന്ധപ്പെട്ട ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ സഭയുടെ അനുമതിയോടെ തീരുമാനിക്കുകയാണ്. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. ആശാ വർക്കർമാരുടെ ഓണറേറിയം, ഇൻസെന്റീവ് എന്നിവ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ശ്രീമതി K. ശാന്തകുമാരി അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ആരോഗ്യമന്ത്രി വീണ ജോർജും കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയും വേതന വർധനവും സംബന്ധിച്ച് ശ്രീ PC. വിഷ്ണുനാഥ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വ്യവസായ മന്ത്രി P. രാജീവും മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് സമയബന്ധിതമായി വിഹിതം ലഭ്യമാക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തണമെന്നും സ്കീം വർക്കേഴ്സായ മുഴുവൻ ആൾ, ഇത് മാത്രമല്ല ആശാ വർക്കർമാർ മാത്രമല്ല, അവരെല്ലാം തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം നടത്തുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ഇവരെ തൊഴിലാളികളാക്കണം എന്നുള്ള, അവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ളത്
തീർച്ചയായിട്ടും ആ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം നമുക്ക് തുടർച്ചയായിട്ടും ആവശ്യപ്പെടാം സർ. ഇന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കശുവണ്ടി മേഖലയിലുണ്ടായിരുന്ന സ്വകാര്യ ഫാക്ടറികളിൽ 80% അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ വ്യവസായശാലകളിലെ തൊഴിലാളികളുടെ PF വിഹിതത്തിൽ തൊഴിലുടമ അടയ്ക്കേണ്ട വിഹിതം PF ESI അതടയ്ക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 20 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചത്. ഇന്ന് സഭയിൽ വന്ന 9 സബ്മിഷനുകൾക്ക് അതത് മന്ത്രിമാർ മറുപടി നൽകി. രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മപരിശോധന സംബന്ധിച്ച 1 മുതൽ 14 വരെയുള്ള സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ അതത് സമിതി അധ്യക്ഷന്മാർ സഭയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പണം. ഇനി പറയുന്ന സബ്ജക്ട് കമ്മിറ്റി അധ്യക്ഷന്മാർക്ക് ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച കമ്മിറ്റിയുടെ 5ാമത് റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. കൃഷിയും മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 1-ന്റെ അധ്യക്ഷനായ ഞാൻ സമിതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 5ാമത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണവും മന്ത്രി. സാർ, ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 2-ന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച് 5ാമത് റിപ്പോർട്ട് സമിതി ചെയർപേഴ്സണായി ഞാൻ സമർപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണിക്കൂർ സമയമാണ് ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന്മേൽ ചർച്ച നടന്നത്. പ്രതിപക്ഷത്തു നിന്ന് ശ്രീ രമേശ് ചെന്നിത്തലയും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കേരളം ലഹരിക്ക് അടിമയാകുന്നതായും യുവത്വത്തെ ലഹരി കാർന്നു തിന്നുന്നതായും ഉപക്ഷേപം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ആരോപിച്ചു. സാർ, ഇന്ന് കേരളം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. സംസ്ഥാനത്ത് ലഹരി മരുന്നുകൾ എത്തുന്നതിന്റെ യഥാർത്ഥ ഉറവിടത്തിലേക്കെത്താൻ സർക്കാർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെന്നും കേരളത്തിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കാണുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞു. അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവരായും കുട്ടികൾ വളരണം. ലഹരി എന്ന വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വിശാലമായ ആലോചനാ യോഗം നടക്കണം. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കാം. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ച നടപടികൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഫലപ്രദമായി സ്വീകരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ നേരിടാം എന്നതാണ് പറയാനുള്ളത്. ചർച്ചയ്ക്ക് ശേഷം സഭയുടെ അനുമതിയോടെ ഉപക്ഷേപം പിൻവലിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. സർവകലാശാലകൾ സംബന്ധിച്ച 2 ബില്ലുകളും 2025-ലെ കേരള ധനവിനിയോഗ ബില്ലും ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. 2025-ലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, 2025-ലെ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ എന്നിവ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചയ്ക്ക് ശേഷം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹികനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 2025-ലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, 2025-ലെ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ എന്നിവ അവതരിപ്പിക്കേണ്ടതാണ്. 2025-ലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, 2025-ലെ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ എന്നിവ ഞാൻ അവതരിപ്പിക്കുന്നു. 2025-ലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, 2025-ലെ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ നിയമവും സ്ഥാപനം നിയന്ത്രണവും ബിൽ എന്നിവ വിദ്യാഭ്യാസ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 6-ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 6-ന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2025-ലെ കേരള ധനവിനിയോഗ ബിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചു. ആകെ 9 പേർ ബില്ലിനെ സംബന്ധിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ബിൽ സഭ പാസാക്കി. 2025-ലെ കേരള ധനവിനിയോഗ ബിൽ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2025-ലെ കേരള ധനവിനിയോഗ ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. 2025-ലെ കേരള ധനവിനിയോഗ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2025-ലെ ധനവിനിയോഗ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025-ലെ കേരള ധനവിനിയോഗ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്.
ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2025 കേരള ധനവിനിയോഗ ബില്ല് പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള ധനവിനിയോഗ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2025 കേരള ധനവിനിയോഗ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.